Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് വൈദ്യുതകാന്തിക പ്രേരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താം. ഈ ചിത്രം ഒരു ട്രാൻസ്ഫോർമർ ക്രമീകരണമാണ് കാണിക്കുന്നത്. ചോദ്യം എ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സെക്കൻഡറി കോയിലിൽ തുടർച്ചയായി വൈദ്യുത കറന്റ് ഉണ്ടാകുന്നില്ല, കാരണം വ്യക്തമാക്കുക. നമുക്ക് ഇതിനുള്ള ഉത്തരം കണ്ടെത്താം. പ്രൈമറി സർക്യൂട്ടിൽ ഒരു ഡിസി സ്രോതസ് അഥവാ ബാറ്ററി ആണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. സ്വിച്ച് ഓൺ ചെയ്തിരിക്കുമ്പോൾ പ്രൈമറി കോയിലിലെ കറന്റ് സ്ഥിരമായിരിക്കും. സ്ഥിരമായ കറന്റ് കോയിലിനു ചുറ്റും സ്ഥിരമായ കാന്തികമണ്ഡലം ആണ് ഉണ്ടാക്കുന്നത്. അന്യോന്യപ്രേരണം അഥവാ മ്യൂച്വൽ ഇൻഡക്ഷൻ തത്വം അനുസരിച്ച് കാന്തികമണ്ഡലത്തിന് മാറ്റം ഉണ്ടാകുമ്പോൾ മാത്രമാണ് സെക്കൻഡറി കോയിലിൽ EMF ഉണ്ടാകുന്നത്. ഇവിടെ കാന്തികമണ്ഡലത്തിൽ മാറ്റം ഉണ്ടാകാത്തതിനാൽ തുടർച്ചയായ കറന്റ് ഉണ്ടാകുന്നില്ല. ഇനി ചോദ്യം ബി നോക്കാം. സെക്കൻഡറി കോയിലിൽ തുടർച്ചയായി വൈദ്യുത കറന്റ് ലഭിക്കാൻ പ്രൈമറി സർക്യൂട്ടിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ഇതിനുള്ള പരിഹാരം ലളിതമാണ്. പ്രൈമറി സർക്യൂട്ടിലെ DC സ്രോതസ്സിന് പകരം ഒരു AC സ്രോതസ് ബന്ധിപ്പിക്കുക. AC ഉപയോഗിക്കുമ്പോൾ കറന്റിന്റെ തീവ്രതയും ദിശയും തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കും. ഇത് കാന്തികമണ്ഡലത്തിൽ തുടർച്ചയായ മാറ്റം ഉണ്ടാക്കുകയും സെക്കൻഡറി കോയിലിൽ തുടർച്ചയായ കറന്റ് ഉണ്ടാക്കുകയും ചെയ്യും. നന്ദി. ഹാപ്പി ലേണിംഗ്.